ഇതാണ് കേട്ടോ അപ്പോൾ ലൊക്കേഷൻ നമ്മുടെ അറ്റ്ലസ് സ്റ്റുഡിയോ. ഹായ് ഫ്രണ്ട്സ്, അബീസുക്കയുടെ പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മൊറോക്കോൻ എപ്പിസോഡ് 5 ആണ് ഇന്നുള്ളത്. അത് നമ്മളിന്ന് അറ്റ്ലസ് സ്റ്റുഡിയോയിൽ ഒത്തിരി അധികം ഇംഗ്ലീഷ് പടം ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് നമ്മളുള്ളത്. നിങ്ങൾക്കൊന്ന് കണ്ടാലോ? ബാ. ഹായ് ഗായ്സ്, അബീസുക്കയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന മൊറോക്കൻ എപ്പിസോഡ് 5 ആണ്. അപ്പോൾ നമ്മൾ 5 നമ്മളിന്ന് വന്നേക്കണ അറ്റ്ലസ് സ്റ്റുഡിയോ ആണ്. നമ്മൾ ഇന്നലെ ലൊക്കേഷനിൽ നിന്ന് ഏകദേശം 1 hour ആണ് ഇത് ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ടിക്കറ്റ് പ്രൈസ് എല്ലാം വന്നത് 8 euros ആണ്. നമുക്ക് യൂറോസ്, കാർഡ്സ് അങ്ങനെ എല്ലാം തന്നെ ഇവിടെ അവരെടുക്കും. കമോൺ ഗോവിന്ദ് ബ്രോ വരൂ. നമ്മുടെ മച്ചാൻ ഗോവിന്ദ് ബ്രോ ഉണ്ട്. അയ്യോ, ഞങ്ങളിപ്പോ മൊറോക്കോയിലാണ്. അപ്പൊ അടിച്ചു പൊളിക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ ട്രിപ്പിന്റെ ഒരു സെക്കൻഡ് ലാസ്റ്റ് ദിവസമാണ് ഇത്. അതിന്റെ ഒരു വിഷമം മാത്രമേ ഞങ്ങളുടെ മുഖത്ത് കാണാൻ പറ്റും. വൈകിട്ട് പിരിയണം എന്നുള്ള സങ്കടം. ഞങ്ങള് ഫുൾ ചില്ലാണ്. അപ്പൊ ഇവിടെ ഏകദേശം 20 മൂവീസാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ബ്രോ ഇതിനെ പറ്റി 2 വാക്ക്. 20 മൂവീസ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ഗെയിം ഓഫ് തോൺസ്, പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് പോലുള്ള സിനിമകളാണ് ഇവിടെ ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള സ്ഥലമൊക്കെ തന്നെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം മൊറോക്കോ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ പാക്കേജിലില്ല. ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ കാശ് കൊടുത്തിട്ടാണ് കയറണം. പക്ഷേ ഇവിടെ വരെ വന്നിട്ട് ഇത് നമ്മൾ കണ്ടില്ലെങ്കിൽ, അതും നിങ്ങളൊരു മൂവി ലവർ ആണെങ്കിൽ ഈ പൊസിഷനിക്ക് മസ്റ്റ് ട്രൈ. ഇവിടെ വന്ന് നമുക്ക് ടിക്കറ്റ് വന്ന് 8 യൂറോയാണ്. 8 യൂറോ. ഓക്കെ ആണ് കേട്ടോ ഇവിടെ എടുത്തത്. നമ്മളിവിടെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേ. ഇതൊക്കെ ഏതാ പടം? ഈ പടമൊക്കെ കണ്ടാണോ? എല്ലാം കണ്ടിട്ടില്ല, ബട്ട് മോസ്റ്റ് ഓഫ് ദ കണ്ടാണ്. അലക്സാണ്ടർ കണ്ടാണ്. ഇൻ ദി ബിഗിനിങ് കണ്ടാണ്. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് കണ്ടാണ്. ഇതിന്റെ ചെറിയ പോർഷൻ ആയിട്ട് ഗ്ലാഡിയേറ്റർ, ഗെയിം ഓഫ് തോൺസ്, അലിബാബ, 40 കള്ളന്മാര്, കിങ്സ് ഓഫ് പ്രേഷ്യ കണ്ടതാണ്. ഒരു 90% കണ്ടതാണ്. 90% മിസ് ചെയ്തിട്ടുണ്ട്. എക്സോഡസ് കണ്ടതാണ്. എക്സോഡസ്. പിന്നെ അതൊരു നല്ലൊരു ഫോട്ടോ ലൊക്കേഷനാണ്. അവിടെ പോയി നമുക്ക് ഫോട്ടോ എടുക്കാം. ഓക്കെ, അങ്ങനെ പിന്നെ ഇതെല്ലാം ഇവിടെ എടുത്തേക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ ഇംഗ്ലീഷ് മൂവി മാത്രമല്ല, നമ്മുടെ ഹിന്ദി മൂവി എടുത്തിട്ടുണ്ട്. ടൈഗർ എടുത്തിട്ടുണ്ട്. മച്ചാ, ഇവിടെ ഹിന്ദി മൂവി ഏതൊക്കെ എടുത്തേന്നാ പറഞ്ഞ? ടൈഗർ സിന്ദാ ഹെ, പിന്നെ ജോൺ അബ്രഹാം, അതേതാ മൂവി? ജോൺ അബ്രഹാം പ്രോ ഏജന്റ്, ഇവൻ വരന്തവാൻ ഇവിടുത്തെ ദുബായിലെ ഒരു പോലീസ് ഓഫീസർ. വില്ലൻ മറന്നുപോയി. അപ്പൊ ടൈഗർ സിന്ദാ ഹെ നമ്മുടെ സ്വന്തം സൽമാൻ ഖാന്റെ പടവും. അപ്പൊ നമ്മളിതേ അകത്തോട്ട് കയറുവാണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ ഒരിക്കലും കഴിഞ്ഞ് പുറകെ പോകാതിരിക്കരുതെന്നാണ് പറഞ്ഞ കാര്യം. ഇവിടെ ഒത്തിരി സർപ്രൈസും കാര്യങ്ങളും ഉണ്ട്. ഇതേ മമ്മി. ഒരു പടത്തിൻ്റെ ആൾക്കാർ ഇവിടെ അപ്രോച്ച് ചെയ്തിട്ട് അവരതിൻ്റെ ഒരു മാപ്പ് കൊടുക്കും. അതനുസരിച്ച് ഇവരുണ്ടാക്കുകയാണ് ചെയ്യണത്. ഓക്കെ, ഇതിപ്പോൾ അടുത്ത ലൊക്കേഷനിലോട്ട് കയറുവാണ്. ഇതാണ് കേട്ടോ പടത്തിൽ കാണിക്കുന്ന ജയിലും സംഭവങ്ങളൊക്കെ. ഇതൊരു മമ്മിയുടെ ലൊക്കേഷനാണ്. ഇത് മമ്മിയുടെ സെറ്റ് ഇട്ടേക്കണതാണ്. മമ്മിയുടെ സെറ്റ് ഇട്ടേക്കണത് 8 മാസം കൊണ്ടാണ് ഇവരിത് മൊത്തം പണിതത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. പക്ഷേ ഇത് ഒറിജിനലല്ല. ഇത് മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എന്താ ഇത് ജസ്റ്റ് പൊള്ളയാണ്. പക്ഷേ മൂവിയിലേക്ക് കാണുമ്പോൾ ഭയങ്കര ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. എന്താ ഇതൊക്കെ മമ്മിയുടെ ലൊക്കേഷനും കാര്യങ്ങളും. ഇവിടേക്ക് ഇരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം കേട്ടോ. നമ്മുടെ മച്ചാനിപ്പോൾ അവിടെ ഇരുന്ന് ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം പടമൊക്കെ ഇവിടെയാണ് കേട്ടോ എടുത്തത്. ഈ പടം കണ്ടവർക്ക് ഈ ലൊക്കേഷൻ കാണുമ്പോൾ ചെറിയൊരു സ്ട്രൈക്കിംഗ് ഉണ്ടാവും. ഇത് കണ്ടോ, ചെറിയ ഡോർസും കാര്യങ്ങളും. അങ്ങനെ ഇവിടെ നമ്മുടെ ഗ്ലാഡിയേറ്റർ പടവും കാര്യങ്ങളും എല്ലാം എടുത്തേക്കണ ലൊക്കേഷനാണ്. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറി നോക്കാം ഇവിടെ എന്താണ് ഉള്ളതെന്നുള്ളത്. ഓക്കെ, അടിപൊളി. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ കയറി പോകാൻ പറ്റും. ഇങ്ങനെ ചെറിയ ലൊക്കേഷനും കാര്യങ്ങളും. ഓക്കെ, ആ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം. ഇത് മമ്മിയുടെ ഒരു ലൊക്കേഷനാണ്. ഇവിടെ കുറച്ച് പേര് വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. കുറച്ച് പേര് ഇവിടെ വീഡിയോ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യണം. അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ എപ്പോഴും ഗൈഡിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുക. അപ്പം ഞങ്ങൾക്കൊരു ഒരു മമ്മിയുടെ
ഒരു ക്ലിയോപാട്രയുടെ ഒരു സീന് പടത്തിൽ തന്നെ ഒരു സീൻ പോലെ ഞങ്ങളുടെ ഷൂട്ട് ചെയ്ത് തന്നു. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുറച്ച് പേർക്ക് മിസ്സായ കാര്യം അവർ ഗ്രൂപ്പിലില്ലാഞ്ഞുകൊണ്ട്. പിന്നെ ഇത് ഗവൺമെൻറ് ഗൈഡാണ്, അപ്പോൾ നമുക്ക് ടിപ്പ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഗവൺമെൻറ് ഗൈഡാകുമ്പോൾ അവരത് ചെയ്ത് പോകും. അപ്പോൾ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യില്ല. ബാക്കിയുള്ള ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ തന്നെ വിളിക്കുന്ന ഗൈഡാണ്, അപ്പം നമ്മുടെ ഒപ്പം നിന്ന് തരും. ഈ ഗൈഡ് അങ്ങനെ നിന്ന് തരില്ല, പെട്ടെന്ന് പോകും. അപ്പോൾ ബി സ്റ്റിക്ക് വിത്ത് ദ ഗൈഡ്. അത്യാവശ്യം ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്റ്റുഡിയോ സെറ്റപ്പാണ്. പിന്നെ തുണ്ടൻ എന്നൊക്കെ പറഞ്ഞ ഒരു ചൈനീസ് മൂവി എടുത്തിട്ടുണ്ട്. ഏകദേശം 300 ചൈനക്കാരോട് ഏകദേശം 6 മാസം നിന്നു. ഓക്കെ